നടപടിക്ക് മടിക്കുന്നു എന്നാണ് ചോദ്യം. നടപടിക്ക് മടിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. കാരണം നിലവിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കേസിൽ കുറ്റാരോപിതനായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന പത്മകുമാർ കുറ്റവാളിയായി തീരുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോടതിയുടെ മുമ്പിലെത്തി വിധിക്കുമ്പോഴാണ്. അഥവാ മിനിമം ചാർജ് ഷീറ്റെങ്കിലും കൊടുക്കണം, സ്പെസിഫിക്കായ കാര്യങ്ങൾ അറിയാൻ. ഇപ്പോൾ എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ടൊരു നടപടി വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക? ഞാൻ അനുമാനിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. അത് ഭരണപരമായിട്ടുള്ളൊരു വീഴ്ചയാണ് എന്നുള്ളതാണ് P. ജയരാജൻ പറഞ്ഞതിൽ നിന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഭാഗം നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. എന്താണ്? ഒന്ന്, ഇത് സ്വർണ്ണപ്പാളി പിത്തളയിൽ എന്ന ഭാഗം വെട്ടി സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിനു പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തു. ഓർമ്മിക്കണം, സ്വർണം പതിച്ച പിത്തള എന്നായിരുന്നില്ല ദേവസ്വം സെക്രട്ടറി, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡിന് കൊടുത്തിരുന്ന അജണ്ടയിലുണ്ടായിരുന്നത്. പകരം അത് പിത്തള എന്ന് മാത്രമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അത് മുരാരി ബാബുവിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് എന്നുള്ളതായിരുന്നു SIT അന്ന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. അന്ന് നമ്മൾ ഇതേ കാര്യം ഡിസ്കസ് ചെയ്തു. ഇത് മുരാരി ബാബുവിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. മുരാരി ബാബുവാണ്, തിരുവാഭരണം കമ്മീഷണറായ മുരാരി ബാബുവാണ് ഇതിൽ സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് മാറ്റി പകരം അതിൽ കട്ടിളപ്പാളി എന്ന് എഴുതി ചേർത്തത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ പ്രക്രിയ മനസ്സിലാകാതെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ വിഷയം. അതായത് ഇതിൽ ഭരണപരമായ വീഴ്ചയുണ്ടായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് N. വാസുവിനും ഭരണപരമായ വീഴ്ചയുണ്ടായി, പത്മകുമാറിനും ഇതിനകത്ത് ഭരണപരമായ വീഴ്ചയുണ്ടായി. അതെങ്ങനെയാണെന്ന് ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് വിശദീകരിക്കും. അതിന് മുൻപ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്നു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണ് നമ്മളത് സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒരു കത്തും ദേവസ്വം മന്ത്രിക്ക് പോയി ദേവസ്വം ബോർഡ് തീരുമാനമാക്കാറില്ല. അഥവാ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് നമ്മളുടെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത അത് ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാനാണെങ്കിലും, കട്ടളപ്പാളി സ്വർണം പൂശാനാണെങ്കിലും, വാതിൽ സ്വർണം പൂശാനാണെങ്കിലും, താങ്ങുപീഠം സ്വർണം പൂശാനാണെങ്കിലും ഈ 4 കേസുകളിലും ഒരു കത്ത് പോലും ദേവസ്വം വകുപ്പ് മന്ത്രിക്കല്ല പോയിരിക്കുന്നത്. പകരം കത്തുകൾ പോയിരിക്കുന്നതെല്ലാം എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പോയിരിക്കുന്ന കത്ത് എങ്ങനെയാണ് വരിക? എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് പോകുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ ആ കത്ത് നേരെ എക്സിക്യൂട്ടീവ് അവിടുത്തെ ദേവസ്വം കമ്മീഷണർക്ക് അയക്കുന്നു. ദേവസ്വം കമ്മീഷണറാണ് ആ കത്ത് വെറ്റ് ചെയ്ത് അത് അജണ്ടയിൽ വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് സെക്രട്ടറിക്ക് അയക്കുന്നത്. സെക്രട്ടറിക്ക് എത്തിക്കഴിഞ്ഞാൽ ദേവസ്വം സെക്രട്ടറി അത് ദേവസ്വം ബോർഡിലേക്ക് വെക്കുന്നു. ദേവസ്വം ബോർഡിലെത്തി അത് ചർച്ച ചെയ്യുമ്പോൾ 3 അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് 2 അംഗങ്ങളും, ഈ 3 അംഗങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് അനുവദിക്കാമെന്നെഴുതിയാൽ അതിനോടൊപ്പം ഒരു ദേവസ്വം ബോർഡ് അംഗം കൂടി സ്വന്തം കൈപ്പടയിൽ അത് എഴുതി ഒപ്പിടണം. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതി എന്ന് പറയുന്നത് അത് അവിടുത്തെ രീതിയാണ്. സ്വന്തം കൈപ്പടയിൽ തന്നെയാണ് എഴുതി ഒപ്പിടേണ്ടത്. അനുവദിക്കാം അല്ലെങ്കിൽ അനുവദിക്കുന്നില്ല, മേൽ നടപടിക്കായി പരിഗണിക്കില്ല എന്ന തീരുമാനമെടുക്കുന്നത് സ്വന്തം കൈപ്പടയിൽ തന്നെ വേണം. അതാണ് ദേവസ്വം ബോർഡ് ഭരണക്രമം അനുസരിച്ച് അതിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഭരണരീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിനോട് ചേർന്ന് ഒരു ദേവസ്വം അംഗം കൂടി പിന്തുണയ്ക്കണം. 2 ദേവസ്വം അംഗങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ തീരുമാനം നടപ്പിലാവില്ല. അപ്പോൾ 2 അംഗങ്ങൾ അനുകൂലിച്ചാൽ മാത്രമേ ആ തീരുമാനം വരൂ. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 3 പേരടങ്ങുന്ന ദേവസ്വം ബോർഡിൽ ഈ പത്മകുമാറിനെ അത് പിന്തുണച്ചത് ആരാണ്? ശങ്കർദാസ് ആണോ വിജയകുമാറാണോ? എൻ്റെ കയ്യിൽ അതിൻ്റെ മിനിറ്റ്സ് ഇല്ല. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് തീരുമാനമെടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടൊപ്പം ഒരംഗം കൂടി കൈപ്പടയിൽ എഴുതി ഒപ്പിടണം. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അതല്ലാതെ ദേവസ്വം മിനിസ്റ്റർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദേവസ്വം മിനിസ്റ്റർ താഴെത്തട്ടിലേക്ക് കത്തയച്ചു എന്നതിൻ്റെ ഒരു രേഖയുമില്ല. റിമാൻഡ് റിപ്പോർട്ടിലും അത്തരം ഒരു കാര്യവും പരാമർശിച്ചിട്ടില്ല. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നേരിട്ട് കടകംപള്ളിയിലേക്ക് എത്തുന്നു എന്നുള്ളതിന് നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം ഒരു തെളിവും എൻ്റെയോ നിങ്ങളുടെയോ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഭരണപരമായ വീഴ്ച. എങ്ങനെയാണ് ഭരണപരമായ വീഴ്ച? പിത്തള എന്ന് എഴുതിയിരുന്നത് അത് മാറ്റി പകരം അവിടെ ചെമ്പുപാളി എന്നാക്കി മാറ്റി. പക്ഷേ അവിടെ എഴുതേണ്ടിയിരുന്നത് എങ്ങനെയാണ്? സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് എഴുതണമായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, അവിടെ സ്വർണം പൂശിയ പിത്തള എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നോ? സെക്രട്ടറി കൊടുത്തിരുന്ന കത്തിൽ ഇല്ല. പകരം അവിടെ പിത്തള എന്ന് മാത്രമാണ് എഴുതിയിരുന്നത്. ആ പിത്തള എന്നുള്ളത് വെട്ടിമാറ്റി സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന് എഴുതേണ്ടതിനു പകരം ഇതറിയാമായിരുന്ന പത്മകുമാർ പകരം ചെമ്പുപാളി എന്നെഴുതി. അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് SITയുടെ ആദ്യത്തെ സംശയം. ഇതാണ് പത്മകുമാറിനെതിരെയുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ നോക്കൂ, ഇതെല്ലാം ഈ തീരുമാനത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി ROC പ്രകാരം ബോർഡ് പ്രൊസീഡിങ്സ് ഇറക്കി. ആ തീരുമാനം 1-ാം പ്രതിക്കടക്കം സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കുറ്റമായി പറയുന്നത് എന്താ? ഇത് സ്വർണം പൂശിയതിനു ശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ പണികൾ എപ്രകാരം നടത്തി എന്നതിനെ സംബന്ധിച്ചോ, പണി പൂർത്തിയായി തിരികെ കൊണ്ടുവന്ന സമയം ആവശ്യമായ പരിശോധനകൾ നടത്തിയുണ്ടോ എന്നും മറ്റും പരിശോധിക്കാതെയും
കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി. ഇതാണ് ഭരണപരമായ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണപരമായ ഒരു പരാജയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പത്മകുമാർ ജയിലിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും സാമ്പത്തിക ലാഭം പത്മകുമാർ ഉണ്ടാക്കി എന്നീ റിമാൻഡ് റിപ്പോർട്ടിൽ നമുക്ക് ലഭ്യമായ ഭാഗത്ത് പറയുന്നില്ല. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. നമ്പർ 2, ഇതിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥാപിക്കാവുന്ന ഒരു സൂചനയും റിമാൻഡ് റിപ്പോർട്ടിലില്ല. കാരണം നടപടിക്രമം അനുസരിച്ച് അതിനകത്ത് ദേവസ്വം മിനിസ്റ്റർ ഭാഗമല്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ തീരുമാനമെടുക്കുന്നത് സ്വതന്ത്രമായിട്ടാണ്. ആ സ്വതന്ത്ര തീരുമാനം എന്ന് പറയുന്നത്, സ്വതന്ത്ര തീരുമാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപൂർണൻ കമ്മീഷൻ ഒരു തീരുമാനം അന്ന് എടുത്തിരുന്നു. 2007 പ്രേക്ഷകർ ഓർമ്മയുണ്ടാവും. അന്ന് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് പരിപൂർണൻ കമ്മീഷൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് നോമിനികൾ ജി രാമൻ നായർ, പുനലൂർ മധു, MB ശ്രീകുമാർ ഇവരടങ്ങുന്ന ദേവസ്വം ബോർഡ് കുത്തഴിഞ്ഞാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് പരിപൂർണൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന വാചകമെന്നറിയാമോ? ബോർഡിലെ നിയമനങ്ങൾ, ഫണ്ട് മാറ്റി ചെലവഴിക്കൽ, ശാന്തി നിയമനം, സ്ഥലം മാറ്റം, ശർക്കരയുടെ കരാറുകൾ കൊടുക്കൽ, ഇതടക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത് പരിപൂർണൻ കമ്മീഷനാണ്. ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷൻ കണ്ടെത്തുന്നത് എന്നാണ്, അന്ന് VS അച്യുതാനന്ദൻ്റെ കാലത്ത് UDF സർക്കാർ നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് ഈ പരാമർശം. പിന്നീടാണല്ലോ ചെറുന്നിയൂർ ശശിധരൻ കമ്മീഷൻ വരുന്നത്. ചെറുന്നിയൂർ ശശിധരൻ കമ്മീഷൻ വന്ന് കണ്ടെത്തിയിരുന്ന 1,87,00,000. സുജയ പറഞ്ഞല്ലോ, അതിവിടെ പറയേണ്ട കാര്യമില്ല, അത് പറഞ്ഞു തന്നെ പോകണം. എല്ലാ കാലങ്ങളിലും ഇതേപോലെ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ, രാഷ്ട്രീയ നോമിനികളായിട്ടിരുന്നവർ എങ്ങനെയാണ് അയ്യൻ്റെ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ സ്വത്ത് കട്ടുമുടിച്ചത് എന്നുള്ളതിൻ്റെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു പോകണം. 1,87,00,000 രൂപയുടെ പാത്രമാണ് അന്ന് കട്ടെടുത്തത് എന്നുള്ളത്. അതായത് അന്ന് പാത്രം ആവശ്യമില്ലാതിരുന്നിട്ടും ടെൻഡർ കൊടുത്ത് കൊള്ള നടത്തിയതെന്നുള്ളതാണ് ചെറുന്നിയൂർ കമ്മീഷൻ കണ്ടെത്തിയത്. അതിൻ്റെ പേരിലാണ് അന്ന് മന്ത്രിയായിരുന്ന VS ശിവകുമാറിൻ്റെ അനുജനെതിരെ നടപടി പിൽക്കാലത്ത് വന്നതും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഭരണപരമായ വീഴ്ച പത്മകുമാറിന് സംഭവിച്ചിട്ടുണ്ട്. ഇതേ ഭരണപരമായ വീഴ്ചയാണ് വാസുവിനും സംഭവിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു കത്തിന് അത് ഗൗരവപൂർവ്വം പരിഗണിക്കാതെ അത് പകരം ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു. ആ സമയത്ത് വാസുവിന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ നടപടി അല്ലെങ്കിൽ ഈ കൊള്ള അന്നേ പിടിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇതിനും അപ്പുറത്തേക്ക് ഇവരാരെങ്കിലും 1 രൂപയുടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഈ നിമിഷം വരെയും കണ്ടെത്തിയിട്ടില്ല. ഈ റിമാൻഡ് റിപ്പോർട്ടിലും അത് പറയുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നേരിട്ട് നമ്മൾ ഈ ഘട്ടത്തിൽ നടപടിയെടുക്കുക? പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, പാർട്ടി നടപടിയെടുക്കണം. പക്ഷേ പാർട്ടി നടപടിയെടുക്കേണ്ട സമയം ഇതല്ല. കാര്യം കുറ്റാരോപിതനായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് ചാർജ് ഷീറ്റ് വരുന്ന സമയത്ത് ഇനിയും കൂടുതൽ തെളിവുകൾ വരാനിരിക്കുന്നു. ഇതൊരു ഭരണപരമായ വീഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഴ്ചയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഇതുവരെയും നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ഞാൻ അന്ന് മുതലേ പറയുന്നത്, ഒരു സൂപ്പർവൈസറി ലാപ്സ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് സ്വർണം വിറ്റ് ഏതെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന ഒരു പരാതി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന SITക്കുമില്ല, റിമോണ്ട് റിപ്പോർട്ടിൽ അത് വ്യക്തമാകുന്നതുമില്ല. ഇത് വരട്ടെ. ഈ കേസിന്റെ അന്വേഷണത്തിൽ അടുത്ത ഘട്ടത്തിലാണല്ലോ സാമ്പത്തിക ഇടപാടുകൾ വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇതിന്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ പത്മകുമാറിനെ സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പാർട്ടി പൂർണ്ണമായിട്ടും അത് തള്ളിക്കളയും. അതിനകത്ത് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കുറ്റപത്രം വരട്ടെ, അതല്ലെങ്കിൽ ഏതൊക്കെ കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയട്ടെ. നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭരണപരമായ വീഴ്ച എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കുന്നില്ല. കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റാണ് തീരുമാനിക്കുക. അത് വരുന്ന മുറയ്ക്ക് എന്താണ് പത്മകുമാർ ചെയ്തിരിക്കുന്ന കുറ്റമെന്ന് വെളിവാകുന്ന മുറയ്ക്ക് പാർട്ടി ആ നിലപാടെടുക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വൈകിയോ എന്ന ചോദ്യത്തിന് ഇത് വൈകിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഇതിൽ അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിൽ വളരെ നിർണായകമായ ഒരു ലിങ്ക് കൂടിയുണ്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പൊളിറ്റിക്കൽ ലിങ്ക് മാത്രമാണ്. പക്ഷേ പൊളിറ്റിക്കൽ ലിങ്കിനും അപ്പുറത്തേക്ക് ഇതിൽ മറ്റ് ചില പ്രധാനപ്പെട്ട ലിങ്കുകൾ കൂടിയുണ്ട് എന്നത് ഞാനും സംശയിക്കുന്നുണ്ട്. കാരണം ഇതുവരെയും നമുക്ക് ലഭ്യമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു സംശയം ഇതാണ്: ഈ സ്വർണം എവിടെ നിന്നാണ് പിടിച്ചെടുത്തത്? മോഷണം പോയ സ്വർണം പിടിച്ചെടുത്തത് ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ്റെ റോദ്ദം ജുവലറിയിൽ നിന്നാണ്. അപ്പോൾ തൊണ്ടി മുതൽ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ ജുവലറിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്നാണ്. ആ ജുവലറിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചുകൊണ്ടുപോയി പൂജിച്ച ഒരാളുണ്ട്. അത് തന്ത്രി മഹേഷ് മോഹൻ്റെ കണ്ഠരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മൊഴിയെടുക്കാത്തത്? മൊഴിയെടുക്കേണ്ടതല്ലേ? കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരും, അത് പൊളിറ്റിക്കൽ ആണെങ്കിലും ശരി, നോൺ പൊളിറ്റിക്കൽ ആണെങ്കിലും ശരി, സ്പിരിച്വൽ ആണെങ്കിലും ശരി, ഇതിലെല്ലാം എന്താണ് നടന്നിരിക്കുന്നതെന്നറിയാം. അതേപോലെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബാംഗ്ലൂരുവിൽ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാൾ മേൽശാന്തിയായിരുന്നു. 10 വർഷക്കാലം മേൽശാന്തി ആയിരുന്നാൽ മാത്രമേ ശബരിമലയിലെ മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ചട്ടമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ ശബരിമലയിലെ മേൽശാന്തിയായി ആ പേരിൽ ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരുവിലുള്ള ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി നിയമിച്ചത്, അല്ലെങ്കിൽ അതിന്
തയ്യാറെടുത്തത്, അതിന് നിർദ്ദേശം കൊടുത്തത്, അതിന് ഉപദേശം കൊടുത്തത്, അതിന് തയ്യാറാക്കിയത് ആരാണ്? ചോദ്യമാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പക്ഷേ ഇത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി, UK എന്നുള്ള വിളിപ്പേരിൽ അറിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ മേൽശാന്തിയായി യോഗ്യത നേടാൻ വേണ്ടി ബാംഗ്ലൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ 10 വർഷം മേൽശാന്തിയായി താങ്കൾ അവിടെ ജോലി ചെയ്യൂ, അതിനിടയിൽ ആ 10 വർഷം കഴിഞ്ഞ് യോഗ്യത നേടി മേൽശാന്തി പട്ടികയിൽ വരാം എന്നുള്ള ഉപദേശം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ ഈ ഏതൊക്കെ ഇടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതാണ്. 2018 ഇതേ വാതിൽപ്പാളി പൂജിച്ചു കൊണ്ടുവരുന്ന വിവരം ഇതേ ആളുകൾക്കറിയാമായിരുന്നോ സന്നിധാനത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊണ്ടുപോയിട്ട് കൊണ്ടുവരുന്ന വിവരം അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ ലൈൻ മാത്രം ചർച്ച ചെയ്യാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇതിനും അപ്പുറത്തുള്ളൊരു തലം ഈ കേസിനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അന്വേഷണം അവിടെ കൂടി എത്തണം. സ്വാഭാവികമായും പൊതുസമ്മർദ്ദമുണ്ടാവും, സാമൂഹിക സമ്മർദ്ദമുണ്ടാവും. ആ വാചകമാണ് നേരത്തെ നമ്മൾ പത്മകുമാറിൻ്റെ വാചകമായി കേട്ടത്. ദൈവതുല്യരെന്ന് കരുതുന്നവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണത്തിന് വിധേയമാക്കണം. അതാവശ്യപ്പെടാനുള്ള ധൈര്യം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. അതാരാണെങ്കിലും ചോദ്യം ചെയ്യട്ടെ, അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. ആരും നിയമത്തിന് അതീതരല്ലല്ലോ, എത്ര ആത്മീയ ഗുരുവാണെങ്കിലും. അതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. Meet the editors.